എടീ പരസ്സാറൊക്കെ നമ്മുടെ ആളാ, മനസ്സിലായോ? അകത്ത് കിടക്കാനാണെങ്കിൽ പോയി കിടക്കുവണ്ണു എടാ അന്തസ്സായിട്ട്. ഇതൊക്കെ അണ്ണു സെല്ലി കയറിയല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ. പറഞ്ഞേ. എടാ നീ എന്താ അവിടെ എന്തുവാ പറയണേ? അവിടെ ഒന്നുമില്ല. അവിടെ എന്താ അവസ്ഥ? ഇവിടെ ഉണ്ടല്ലോ, ഇവിടത്തെ വിളിച്ചോണ്ടുവന്ന വക്കീല് പറയാ മറ്റേ ബോഡി ക്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു തേങ്ങാപ്പിണ്ണൊക്കെ ചെയ്യാൻ പറ്റൂല ഇത്. ആ, ആര് വക്കീലിനും കണ്ണ വേണ്ട, ഞാൻ നീ വാദിച്ചോളാം, ഞാൻ നീ വാദിച്ചോളാം. നീ ആ പോലീസിനെ പിടിച്ച് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും. രാത്രിയാണോ പകലാണോ ഈ സംഭവം നടന്നത്? എന്നെ കണ്ടതിനോട് തെളിവ് എന്തൊക്കെ ചുറ്റും അതൊക്കെ ഞാൻ അതൊക്കെ ഞാൻ ചെയ്തോളാം, അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇതിന്റെ ഗണ്ണെടുത്തിട്ടേ ഈ ഹലോ ഗണ്ണ് എന്റെ ഹലോ സാർ അല്ലാതെ പറഞ്ഞോ. എന്ത് പറ്റി സാർ? അല്ല ഞാൻ അങ്ങനെ അല്ല, പെർമിഷൻ ചോദിച്ചായിരുന്നല്ലോ. ഫോൺ വിളിക്കുന്നതിന് പെർമിഷൻ ചോദിച്ചായിരുന്നല്ലോ ഓൾറെഡി. അത് വേറെ എന്റെ വക്കീലിനാണ് വിളിച്ചത്. വക്കീലല്ല, മറ്റേ ജ്യേഷ്ഠൻ. ഓക്കെ. ബോഡി നിർത്തിക്കോ, കഫ് അയച്ചേക്ക. പുള്ളി അങ്ങനെ വർധനൊന്നും ഒന്നല്ല. ഇത് ഇങ്ങോട്ട് കൊണ്ടുപോകെ. അവിടെ എന്താ നടത്തത്തെ? ആര് പറഞ്ഞു? അവര് പറഞ്ഞു, മാർഷൽസ് പറഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇതിനകത്ത് ഇതാക്കിക്കോ, അൺകഫ് ചെയ്തേക്കെ. സംസാരിച്ചോ ജോക്കി അവരുമായിട്ട്? ഞാനൊന്ന് സംസാരിച്ച തറവിന്റെ അടുത്തോട്ട് കയറിയിട്ട് അകത്തുനിന്ന് കയറ്റി വിടാൻ പറ്റത്തില്ലല്ലേ? അത് കുഴപ്പമില്ല, അത് ഞാൻ നമ്മള് അൺകഫ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവരൊന്ന് പുറത്തോട്ട് തന്നെ. അല്ല, പോലീസ് പ്രസൻസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ നിന്നേക്കാം. ബാക്കിയുള്ളവർ പുറത്തോട്ട് അണ്ണോ വിസ്പർ ഇടണേ. ഞാൻ വിസ്പറും പാമ്പേഴ്സും ഒക്കെ ഇട്ട് നിൽക്കുവാ ഇപ്പം. ഞാനിപ്പോ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അണ്ണു പറയല്ലോ. മറ്റേ അണ്ണു ഒന്ന് അവിടെ സംസാരിച്ചേ. ഹലോ ഹലോ ഹലോ. അണ്ണു അവിടെ പറയുന്നല്ലേ ഇവിടെ കേൾക്കാൻ പറ്റും. കണ്ണാപ്പി പോയി സംസാരിക്കുക. ഇതിനകത്ത് എത്ര ഡിസ്റ്റൻസ് നിന്നാലും അത് കേൾക്കാം. അത് ഞാൻ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അതിന്റെ തെളിവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാനിങ്ങനെ നോക്കി അവസാനം ഈ ഷെയ്ക്കിന്റെ മറ്റേ ഡാൻസ് ഇല്ലേ, അതെടുത്ത് വട്ടിന്റെ പുറത്ത് ചെയ്താന്നും പറഞ്ഞിട്ട് ജഡ്ജി എടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പുള്ളിക്കാരൻ ഓരോ ദിവസം ഓരോ ഇതാണ്, ഓരോ അവതാരമാണ്, മനസ്സിലായോ? ഇന്ന് മറ്റേ സിനിമയിലെ ഏതോ ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി റൂമിൽ ഇരുന്ന് ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് എന്തെങ്കിലുമൊക്കെ കോസ്റ്റ് ചെയ്യാൻ കാണിച്ച് അങ്ങ് നിന്നാ മതി. ഞാൻ ജോണിപ്പോ അവന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഭ്രാന്താണ്. എന്റെ ഒരു പോയിന്റ് കൂടെ ഉണ്ടായിരുന്നു, ഊരി വരാനുള്ള. വേണ്ട, ഒരു പോയിന്റ് വേണ്ട. ഞാൻ അവിടെ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ പ്രാന്തിന്റെ ബേസിസ് കട്ടായിട്ട് നിന്നുകൊണ്ട് ഞാൻ എല്ലാത്തിനും യെസ് പറഞ്ഞാണ്. പറഞ്ഞ പോലീസ് ഒന്നും ഉപദ്രവിച്ചിട്ടില്ല. നീ ആണെങ്കിൽ മുച്ചിരിക്ക മാത്രമേ കൊന്നിട്ടുള്ളൂ, പീഡി ഒന്നും വെടിവെച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ അവരങ്ങ് വിട്ടോളൂ. വിടുന്നു, ഭരത് സാറ് പറഞ്ഞത് വിടുവെന്ന്. അതൊക്കെ അങ്ങേരെ കണക്കൊരു കള്ളനുണ്ട്. ഞാൻ സിറ്റിക്കില്ല. നീ ഒന്ന് വാതുറക്കാതിരുന്നാ മാത്രം മതി. ഓക്കെ, ഭരത് സാറൊക്കെ നമ്മുടെ ആളാ, മനസ്സിലായോ? വാതുറക്ക. കാരണം എനിക്ക് വേണ്ടത് റിയൽ സസ്പെക്ടിനെയാ. നീ വെടിവെച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് ഇൻഫർമേഷൻ ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അത് നീ മുച്ചിരിയുടെ കേസ് എനിക്കറിയില്ല. ഓക്കെ, വീഡിയോ വെടിവെച്ചത് നീ അല്ല, 2-3 പേര് പറഞ്ഞു. മുച്ചിരിയും വെടിവെച്ച് ഞാനല്ല. കാരണം നിങ്ങളുടെ ബോഡി ക്യാമിൽ ഞാൻ വെടിവെച്ചായിട്ടും ഇല്ല. അതുപോലെ തന്നെ പച്ച മുടി വെച്ച് നമ്മുടെ കൂട്ടത്തിൽ നീഗനാണ് വെടിവെച്ചത്. പിന്നെ നീഗനെ ഒറ്റ നീ അത് ആവശ്യമില്ലാതെ പോലീസ് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞു ഓവറാക്കി. ഒന്നും പറയരുത് ദൈവത്തിൽ. നീ ഇങ്ങനെ ആടി ഒലഞ്ഞൊക്കെ നിന്നാ മതി, മനസ്സിലായോ? കേൾക്കാം സാർ, അവര് ലോയറുമായിട്ട് സംസാരിക്കാൻ സാർ. അവരാതിക്കുണ്ടായ കഴിവേറി നിനക്കൊക്കെ നാണം ഉണ്ടടാ. കൂറ്റണ്ട് മൈര എന്നെ അവിടെ ചിരിച്ചിട്ട് നിനക്ക് ഇത്ര നാണം കെടുത്താനായിട്ട്. ഞാനൊരു പോലീസിനെ പുറത്ത് നിർത്തുന്നുണ്ട്. ഓക്കെ, ഇല്ല എടാ, നമ്മള് അങ്ങനല്ല സോറോട്ട് ബന്ധം, മനസ്സിലായോ? നീ എന്നെ വിശ്വസിക്കട്ടെ. നീ അണ്ണൂരെ എനിക്ക് വിശ്വാസമുള്ളതോടെ നിൽക്കുന്നത്. ജഡ്ജി എന്നെ മുമ്പിക്കാന്നുണ്ടെങ്കിൽ പക്ഷെ അണ്ണു, ഞാൻ ഇത്ര നാൾ സിറ്റിയിൽ ഉണ്ടാക്കി എന്റെ കംപ്ലീറ്റ് ഓറ പോകുന്നു. അകത്ത് പോയി കിടന്നാലും എന്റെ ഓറ പോകത്തില്ല. സിറ്റിയിൽ പുറത്തുള്ളവരും പറഞ്ഞത് നിനക്ക് ഭ്രാന്താന്ന്. അണ്ണു, ഇത് എന്റെ ഓറ പോകുന്ന പരിപാടിയല്ലേ അണ്ണു. നമ്മുടെ ആ ഒരു ക്യാരക്ടർ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണോ? എന്നാ പിന്നെ അകത്ത് കിടന്നോ? അണ്ണു, അകത്ത് കിടന്നാലും കുഴപ്പമില്ല അണ്ണു. ഞാൻ ഇതിന്റെ
എന്റെ ആ ഒരു ഓറ തന്നെ നിൽക്കണം. അല്ല ഓൾറെഡി ഇതൊക്കെ ജഡ്ജി എടുത്ത് പറഞ്ഞൊക്കെ സമ്മതിച്ചു. നിന്റെ അടുത്ത് ലാസ്റ്റ് ഒന്ന് പറയുന്നതേ ഉള്ളൂ. നിനക്ക് ഭ്രാന്താന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തിട്ട് ഓറയും കൂടെ കൊണ്ട് കൊടുപ്പിച്ച്. അവളും പറഞ്ഞു അവളും പറഞ്ഞല്ലേ ഭ്രാന്താന്ന്. പിന്നെ അപ്പം ഇതിനകത്ത് മാറ്റമൊന്നുമില്ല. നമ്മൾ ഇതാണ് പ്രൊസീഡ് ചെയ്യുവാണ്. ദൈവത്തെ ഓർത്തിട്ട് ഇതാക്കരുത് കേട്ടോ. വേണേ എനിക്ക് ജോണി മാമന്റെ അടുത്ത് സ്പീക്കർ ഇട്ട് കേൾപ്പിക്കാമല്ലോ. പറഞ്ഞോ കണ്ണപ്പി കേൾക്കുന്നുണ്ടോന്ന്? കണ്ണപ്പി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കാം. കണ്ണാപ്പി അതായത് ഇവിടെ പറഞ്ഞിട്ട് നമ്മളൊരു 5 CR കെട്ടി വെച്ചിട്ട് പിന്നെ ജാമ്യത്തിന് വേണമെങ്കിൽ പുറത്തേക്ക് ഇടാം. എന്നിട്ട് നാളെ ഈ കേസ് നമുക്ക് ഡീലാക്കി നല്ലൊരു വക്കീലിനെ വെച്ച് വേണേൽ വാദിക്കാം. അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ ഇപ്പൊ ഈ ഭ്രാന്തായി ഇതാവുന്നു ഒരു കാര്യമുണ്ട് എടാ, അങ്ങനെയാണെങ്കിൽ നടക്കത്തുള്ളൂ. ഇതിപ്പോ നിന്നെ കെട്ടി വെച്ചിട്ട് നമ്മുടെ ക്യാരക്ടർ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്കും ഇല്ല. അങ്ങനെയാണെങ്കിൽ അകത്ത് പോയി കിടക്കും അന്തസ്സായിട്ട്. കുറ്റം ചെയ്തെന്ന് പറഞ്ഞു അത് നമ്മുടെ ഓറ പോത്തില്ലേ ജോണിയമ്മ. ജോണിയമ്മ ഞാൻ ഇത്രയും വർഷങ്ങളും വെച്ചുണ്ടാക്കിയ ഒരു നിലയും വിലയുണ്ട് എനിക്ക്. അത് കളഞ്ഞിട്ട് നിൽക്കാൻ പറ്റൂല. നാളത്തെ നല്ലൊരു വക്കീലിനെ സെറ്റ് ആക്കാൻ പറ്റുമോ? വക്കീലിനെയൊക്കെ റെഡിയാക്കോളാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ജോക്കിയും കൂടെ ഒന്ന് വരുമോ? ജോക്കി ജഡ്ജിന്റെ റൂമില് നമുക്ക് ഭരത്തിനോടും കൂടെ സംസാരിച്ചിട്ട് ഇതിന് പൈസ അവന്റെ കയ്യിൽ നിന്ന് 5 CR അല്ല എന്റെ പൈസ ഇല്ല. 34 ലക്ഷം രൂപ ഉള്ളു എന്റെ കയ്യില്. 34 ലക്ഷം രൂപ പൈസ ഇല്ലാതെ നിനക്ക് ജാമ്യം കിട്ടത്തില്ല. ആ ലോറയുടെ ചോദിക്കട്ടെ. ജോണിയോ ഒന്നി ലോറയുടെ മേടിക്കുക, അല്ലെങ്കിൽ ജോണിയോവനൊന്ന് മറിക്ക്. ഒരു 5 കോടി മറിക്കാൻ നിങ്ങളില്ലേ? ജോണിയമ്മ ഒരു 5 കോടി മറിക്കുക. എനിക്കുണ്ട് ഒരു 5 കോടി മറിക്കില്ല ജോണിയമ്മ. ഞാൻ നാളെ തരാം. നമ്മുടെ ഇല്ല, നമ്മളെ മറ്റേ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തേക്കും ഇത് മൊത്തം. ജോണിയമ്മ ഇത് എന്തൊരു 5 കോടി ഇല്ലെന്ന് പറയുന്നത് വിശ്വാസം. അവക്ക് സ്നേഹം ഉണ്ടോ നോക്കട്ടെ, അവളെ വിളിച്ചു. അവളെന്തായാലും തരും. അവളെ സോട്ട് ചെയ്യാൻ ജോലി തരും. അണ്ണു ഞാൻ പറയട്ടെ, അണ്ണു നാളെ ഇപ്പൊ അണ്ണൂന് ഇതുപോലൊരു കേസ് പിടിച്ച് അണ്ണൂനെ ഇറക്കാനായിട്ട് വക്കീല് പറയാം അണ്ണൂര് മാനസിക രോഗിയാണ്, അല്ലെ അണ്ണു മറ്റേ ഇതാണ് മറ്റേതാണ്. ഞാൻ മറ്റേ കോടതി ഇരിക്കുവന്നേ. ഇല്ലാന്നേ, കത്തിപ്പോയില്ലേ, മൊത്തം കത്തലാണ്. ഞാൻ കത്തി നിൽക്കുക. നമുക്ക് ഇന്നലെ ഓക്കെ. നിന്റെ കൂട്ട് തന്തയില്ലാത്ത ഞാൻ കാണിക്കത്തില്ല, മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നമ്മൾ ഇത്രയും വർഷം ഉണ്ടാക്കി എന്റെ ഒരു ഓറ പോത്തില്ലേ അകത്ത് കിടക്കണു അന്തസ്സായിട്ട്. ഇതൊക്കെ പൊട്ട, ഇതൊക്കെ ആദ്യമേ വക്കീലിന്റെ അടുത്ത് നിന്നാ കോടതി മുറി എന്ന് പറയുന്നതിന് വരെ നീ അവിടെ ചെന്ന് എന്തൊക്കെയോ കാണിച്ച് മാസം അടിക്കാൻ നോക്കി, ഊമ്പിപ്പോയി. നിന്നെ കൊണ്ട് ഈ പരിപാടി പറ്റത്തില്ല, മനസ്സിലായോ? നീ ഓറാ മാസം എന്നൊക്കെ പറഞ്ഞാൽ അത് രണ്ട് നിനക്ക് അതെന്തൊരു പറഞ്ഞിട്ടുണ്ട്. ഓറയ്ക്കൊരു പേരുണ്ട്, ടൂത്ത് പേസ്റ്റ് എടുത്ത് മോന്തൊക്കെ വെച്ചിട്ട് മറ്റേ ലിപ്സ്റ്റിക് ഇട്ട് നടക്കണം മാണമേ. നിനക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ, നിനക്ക് ബുദ്ധിയില്ല. നീ ഗ്യാങ്ങിന് ഒരു അപമാനം ഇല്ലോടാ. എന്നെ ഇതിനകത്ത് കയറ്റി നിർത്തിയില്ലോടാ, ജയിലിൽ കയറ്റിയോടാ. കണ്ടവരാ കഴിവ് അണ്ണു സെല്ലി കയറിയില്ലേ ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ. ഇപ്പൊ ഞാൻ വേറെ കേസ് പറട്ടെ, ഇതിപ്പോ തുറക്കാൻ പറ്റില്ല. അണ്ണു ഇപ്പൊ എന്നോട് കുറച്ചു നേരം സെല്ലി കിടക്കേണ്ടി വരും. ഞാൻ പറഞ്ഞാൽ തുറന്നു കഴിഞ്ഞോളൂ. അണ്ണു ഓറ ആണെന്നുള്ളൊരു പരിപാടിക്കും വേണ്ട. നമ്മള് ഇത് മാസമായിട്ട് വാദിക്കുന്നത്. ഓറ ഇല്ല ആക്ച്വലി, അത് മനസ്സിലാക്കി. അങ്ങനെ പറയല്ലേ അണ്ണാ. എന്നെ ഒന്ന് പുറത്ത് നമുക്ക് ഭരചന്ദ്ര സാറിന്റെ ഒരു പ്ലാനും വേണ്ട. ജോക്കി ഇപ്പം അവിടെ ജഡ്ജിനോട് ഒന്ന് പുറത്തോട്ട് പോവാ. പിന്നെ തുറക്കുമ്പോ ഓടിക്കോളാം. ഇത് എന്തോ സ്കൂളോ? മാർഷൽ കുട്ടി പ്ലീസ് സ്റ്റേ ഔട്ട് സൈഡ്. മാർഷൽ ഞാനിപ്പോ അവിടെ സംസാരിച്ചിട്ടുണ്ട്. ഫൈൻ ഉണ്ടാകും, ജയിൽ ഉണ്ടാവില്ല. ഓക്കെ, പകരം XMD-ലോട്ടായിരിക്കും, XMD ട്രീറ്റ്മെന്റിലോട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ കേസ് ഇന്ന് നടത്തുന്നില്ല, കാരണം സിറ്റിയുടെ അവസ്ഥ മനസ്സിലായല്ലോ. അതുപോലെ ജോണി മാമൻ റിക്വസ്റ്റ് ചെയ്തു. കേസല്ല, കുടുംബക്കാർ മൊത്തം പെടും. കുഴപ്പമില്ല. അല്ല എന്നാലും അഭിമാനം വെച്ചിട്ടുള്ള പരിപാടിക്ക് ജീവി നിൽക്കത്തില്ല. സത്യമല്ലേ, നിനക്ക് ഭ്രാന്താണല്ലോ സാറേ. അണ്ണു നമ്മൾ അഭിമാനം വെച്ചുള്ള ഒരു പരിപാടിക്കും അല്ലെ കുടുംബക്കാർ മൊത്തം ഇനി ഇവിടെ നാളെ വന്ന് നിന്നാലും അണ്ണു നമ്മളീ അതൊക്കെ നമ്മൾ മാറ്റി പറയിപ്പിക്കും. അണ്ണു ഇത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യരുതണ്ണു. ഞാൻ അത്ര പറയാനുള്ളൂ അണ്ണു. കഴിയുമ്പോ പുറത്തോട്ട് വന്നാൽ മതി. അണ്ണു ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണു. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാരും അവിടെ വന്ന് നിന്നാലും അണ്ണു നമ്മളെ ആ ഒരു ഓറ നഷ്ടപ്പെടുത്തിയിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത് അണ്ണു. എടാ മുതുക്കും ഓറ, നിനക്ക് ഓറയും പറയുന്നുമില്ല, നീ ഒരു വാണമാണ് ഗ്യാങ്ങിലെ. ജോണി അതുപോലെ ജോക്കി അതുപോലെ തന്നെ പുള്ളിയെ ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. പൈസ ഇറക്കട്ടി വെച്ചിട്ട്. ഓക്കെ,
നീ ഇറക്കി വിടുവോ? അതിന്റെ ഏർപ്പാട് അത് ഇറക്കി വിടാം. അതിന്റെ ഏർപ്പാടെല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ജോണി അമ്മനൊക്കെ കൂടെ നിന്ന്. ഓക്കെ, ബാക്കി വളച്ചൊടിച്ച് ഇല്ലാണ്ടാക്കാതിരുത്താൻ മതി പുള്ളിക്കാരൻ. വളച്ചൊടിച്ച് സാറേ ഞാൻ പറയട്ടെ, വളച്ചൊടിച്ച് ഞാൻ എങ്ങനെയാണോ ഞാൻ എന്റെ സ്റ്റാൻഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ പോകത്തുള്ളൂ സാറേ. നമുക്ക് ഈ പ്രാന്താണ് അതൊന്നും പറഞ്ഞ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ ആദ്യം നീ അക്സെപ്റ്റ് ചെയ്തിട്ടോ നിന്നെയാണല്ലോടാ എവിടെ ചാറ്റിനകത്ത്. സാറേ ഒരു മിനിറ്റ്, ചാറ്റിനകത്ത് എന്ത് ഓറന്ന് കണ്ടപ്പോ നിനക്ക് അങ്ങ് പൊട്ടിയ? ഇല്ല അണ്ണു, നമ്മളത് അക്സെപ്റ്റ് നമ്മള് ഓറ ഇട്ടൊരു കളിയില്ല. നിനക്കതില്ല സാധനം, മനസ്സിലായോ? അണ്ണു ഞാൻ പണ്ട് തൊട്ടേ അണ്ണു ഓറ ഇട്ട് നമ്മള് അണ്ണു ഒന്ന് ആലോചിച്ചു, എന്നെ മാനസിക രോഗിയാക്കിട്ട് എന്നെ ഇവിടുന്ന് എടുക്കൊണ്ട് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ എന്നെ അങ്ങനെ കാണത്തില്ലേ അണ്ണു? അതെന്താ അണ്ണു? എന്തേലും കാണിക്കട്ടെ, നീ വരിക പോ, എന്താ ചെയ്യും. അത് സത്യം പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ നീ സത്യം പറഞ്ഞ എന്തിനാണ് ആ പോടിയത്തിൽ കയറി എന്തൊക്കെ ഊമ്പിത്തരവാടാ കണ്ണാ പറഞ്ഞേ. നീ എന്തൊക്കെയാണ്ടേ നീ പറഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോടിയത്തിൽ കയറി ബുദ്ധിയും ബോധവും ഉള്ളവനാണെങ്കിൽ അവിടെ കയറി ഇന്ന് നൈസായിട്ട് വാദിച്ച് ആ ഓറയും വെച്ചിട്ട് പുള്ളിക്കാരൻ കുറ്റസമ്മതം നടത്തി, പിന്നെ കുറ്റം മാറ്റി പറഞ്ഞു. ഞാൻ ആ ഓറ വെച്ചാണ് ആ ഇറങ്ങുന്നതും വരെ എനിക്ക് മുട്ട ഓറയായിരുന്നു. ഇറങ്ങി കഴിഞ്ഞ് നിങ്ങൾ ഈ പ്ലാൻ കേട്ടപ്പോഴത്തേക്ക് എന്നെ മൾട്ടിപ്പിൾ പേഴ്സണൽ ഡിസോർഡർ അങ്ങനെയൊക്കെ എന്നെ ഒരു ബുദ്ധിയില്ലാത്തവരാക്കാൻ പറ്റത്തില്ല, സമ്മതിക്കത്തില്ല. വക്കീലിനെ വെച്ചിട്ട് നമുക്കത് ആലോചിക്കാം. നീ ഒരു കാര്യമുണ്ട്, നാളെ ഇപ്പൊ നമ്മള് കോടതിയിൽ കാശ് കെട്ടി വെച്ചിട്ട് നിന്നെ ജാമ്യത്തിൽ കൊണ്ടുപോകും. പക്ഷെ കോടതി വിളിപ്പിക്കും, നാളെ വന്നില്ലെങ്കിൽ ജോക്കി പെടും. പേരും കൂടെ വേണോന്ന് ജഡ്ജി പ്രത്യേകം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ജോക്കിയോട് എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയണം. ജോക്കി ഓറ ഹലോ, എനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ മറ്റേത് എന്തായാലും ഉണ്ടെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച് എന്റെ പല്ലിയാതിരിക്കും, മനസ്സിലായോ? നമ്മുടെ ഓറ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ നിക്കത്തില്ല, മനസ്സിലായോ? കിടക്കുവാണെങ്കിൽ അതിന്റെ അകത്ത് ഞാൻ വർഷത്തോളം കിടക്കാൻ ഞാൻ റെഡിയാ, മനസ്സിലായി? നിന്നെ കാണാതെ ഞാൻ പൈസ എടുക്കട്ടെ നിന്നെ ഇറക്കാൻ വേണ്ടി. 5 കോടിയാണ്. 15 കോടി. എത്ര കോടിയാ പറഞ്ഞത്? 15 കോടി. 5 കോടിയല്ല, വെച്ച് കൊണ്ട് കൊടുക്കരുത്, 15. ശരി 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 ശരി. സോറി അല്ല എന്റെ മറ്റേ കാഷ്യറിനെ വിളിച്ചാണ് സാർ. അല്ല കാഷ്യറിനെ വിളിച്ചാണ് വരച്ചത് സാർ, അതിനാണ്. ഞാൻ ഫുഡ് കഴിക്കട്ടെ സാറേ, ഇപ്പൊ ചത്തു. എന്താണ് അണ്ണു ഒന്ന് അകത്തോട്ടെന്ന് പറഞ്ഞേ. അണ്ണനെ തുറന്നുണ്ടോ? എന്തിനാ കഫീന്ന്? ഞാൻ ഫോൺ ഡ്രോപ്പ് ചെയ്ത് തരാം. അതില് അതിലിപ്പം കറലി എല്ലാരും യൂസ് ചെയ്യുന്ന ഒരു ഫോൺ ഉണ്ട്, അതേ വർക്കാവത്തില്ല, മറ്റേ വർക്കാവത്തില്ല. ഇല്ല രണ്ടും വർക്കാവത്തില്ല. തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഒന്ന് അൺകഫ് ചെയ്യട്ടെ, എന്നിട്ട് അണ്ണൂന്റെ അടുത്ത് നീ ഒരു കാര്യം അണ്ണു വരും. അണ്ണോ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഭരചന്ദ്ര സാർ ഇന്നേ ഒരു ജീവിതത്തിൽ താന്നു നിന്നിട്ടില്ല. അങ്ങനെ താന്നിക്കാനുള്ള ഒറ്റ കാരണം എന്ന് വെച്ചാൽ ഈ കേസ് നമ്മുടെ ഭാഗത്താണ് ശരി. കാരണം ഇവര് തന്നെ അണ്ണു കള്ളനാണെങ്കിൽ വിശ്വസിക്കരുത്. അണ്ണു വിശ്വസിക്കരുത്. നമ്മുടെ കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് ഞാനും ജോണി മാമനും നിൽക്കുന്ന ഫാക്ടർ കൊണ്ടാണ് അയാൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയെങ്കിലും കഷ്ടപ്പെടുന്നത്. ചുമ്മാ കള്ളനാണു. അണ്ണു ഇത് അങ്ങേര് പണ്ട് തൊട്ട് അറിയുന്നുണ്ടോ? അങ്ങേറെ ബാക്കി പിന്നെ നമുക്ക് നമ്മളെ കൂട്ടത്തിലുള്ള മണ്ടനാക്കിയിട്ടുള്ള നമുക്ക് കേസ് വിജയം വേണ്ടണ്ണു. എങ്ങനെയാണ് അകത്ത് പോയി കിടക്കാനാണെങ്കിൽ അകത്ത് പോയി കിടക്കാൻ റെഡി ആണോ? നീ അകത്ത് പോയി കിടക്കുക, അവിടെ കയറുന്ന ബാലരമ വായിക്കും, എന്തോ ചെയ്യടി. അണ്ണു എന്നെ മണ്ടനാക്കലുണ്ടോ? ഞാൻ അണ്ണുവിനെ വിശ്വസിച്ചാണ് ഏൽപ്പിക്കുന്നത്. ഞാനെന്താ വന്നു ഓൾറെഡി ജഡ്ജി ലോറയെ എല്ലാരും കൂടെ കിടന്ന് പറഞ്ഞു നിനക്ക് മറ്റേ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി. ഞാനത് കോടതി ഒരിക്കലും സമ്മതിക്കുന്നില്ല. പിന്നെ പുള്ളിക്ക് ആദ്യം കത്തിയില്ലായിരുന്നു, പിന്നെ പുള്ളി കീഴിലൂടെ കണ്ടപ്പോ പുള്ളി തന്നെ പറഞ്ഞു നിനക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന്. കുഴപ്പമില്ല, കൂടെ ഉള്ള ഒരാളെ ഇങ്ങനെ തന്നെ ആക്കിയല്ലോ, കുഴപ്പമില്ല.
കൂടെ ഉള്ള ഒരാൾ ഇങ്ങനെ ആക്കിയിരുന്നു. കുഴപ്പമില്ല. എടാ നിനക്ക് ജയിലിൽ കിടക്കാൻ ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ല ഞാൻ ജയിലിൽ കിടക്കാൻ റെഡിയാ. പക്ഷെ നമ്മുടെ ഓറ കളഞ്ഞിട്ടുള്ള ഒരു പരിപാടിയില്ല. ജയിലിൽ കിടക്കുന്നത് ഒരു ആണത്തല്ലേ ഉള്ളൂ. ചെയ്യാത്ത തെറ്റിന് ഞാൻ ഇവിടെ കിടക്കാൻ റെഡിയാ. അല്ലെ എന്നെ നോർമലി വാദിച്ചിറക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാദിച്ചിറക്കണു. അല്ലാതെ നമ്മളെ മണ്ടനാക്കിയിട്ട് വാദിച്ചിറക്കണ്ടാണോ. ഞാൻ അകത്ത് കിടക്കാൻ റെഡിയാ എത്ര കൊല്ലം വേണേലും. കിടക്കൂ. സത്യം പറഞ്ഞോണ്ടല്ലോ എനിക്ക് ദൈവത്തോടെ നമ്പർ ഡിലീറ്റ് ചെയ്യണം. ഗ്യാങ് ഞാനെന്നുള്ള ഒരാൾ ഇല്ലാതെ തന്നെ വിശ്വസിച്ചാൽ മതി. എന്താണ് താല്പര്യമില്ല, ഇനിയോട്ട് ഇടപെടാൻ എനിക്ക് താല്പര്യമില്ല. അണ്ണോ എന്നെ മണ്ടനായി കഴിഞ്ഞാൽ ആലോചിച്ചിട്ടുണ്ട്. എന്റെ എത്ര വർഷം ഞാൻ ഉണ്ടാക്കി വെച്ച ഒരു ഓറയും പോത്തില്ലാണ്. അന്ന് വീണ്ടും തിരിച്ചു സംസാരിക്കേ. നീകനാത്മാവായിരുന്നെങ്കിൽ ഇത് ആപ്റ്റായിരുന്നു നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്റ്റോറിക്ക്. ഇതാര് പറയുന്നത്? ഓ ചന്ദ്രു വന്നോ കൂടെ ചുക്കാൻ പിടിക്കാൻ? അത് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സാർ. എനിക്ക് ഇന്നേ വരെ അങ്ങ് ഒരു അസുഖം ഉണ്ടായിട്ട് എനിക്കും നമ്മുടെ കൂട്ടത്തിൽ ആരും അങ്ങനെ പറയത്തില്ല. പിന്നെ അതിപ്പോൾ എന്നെ അവർ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാണ് സാർ. അതൊരു ഫോൾസ് ഇൻഫർമേഷൻ ആണ്. എനിക്ക് അങ്ങനെ ഇതിന് രക്ഷയുണ്ട് സാർ. എനിക്ക് അങ്ങനെ എന്നെ മണ്ടനാക്കിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങളാക്കിയിട്ടും ആ സിമ്പതിയുടെ പേരിൽ എനിക്ക് രക്ഷപ്പെടണ്ട. ഇവിടുന്ന് ഈ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങുവാണെങ്കിൽ ഒന്നീ വാദിച്ചിട്ടിറങ്ങും. അല്ലെങ്കിൽ സാർ ഞാൻ കിടക്കും. ജയിലിൽ എത്ര നാൾ കിടക്കാൻ റെഡിയാണ്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ജയിലിൽ കിടക്കാൻ റെഡിയാ. അല്ലാതെ എന്നെ മണ്ടനാക്കിയിട്ട് എനിക്ക് കോട്ട് വിട്ട് പോകണ്ട. അവരെന്നെ പുറത്തിറക്കാനുള്ളൊരു ഇതാണ്. അല്ലല്ല, ഇത് പുറത്തിറക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ താങ്കളെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ബെയിലിൽ വിടുവാണ്. ഓക്കെ, ജാമ്യത്തിൽ. അത് നാളത്തേക്ക് കേസ് മാറ്റി വെക്കാനാണ്. നാളത്തേക്ക് കേസ് മാറ്റി വെക്കുവാണ്. അതില് ഇവരുടെ 3 പേരുടെ ജാമ്യത്തിലായിരിക്കും കണ്ണാപ്പിന് പറഞ്ഞ പ്ലസ് 5 CR ബെയില് എമൗണ്ട് ആയിട്ട് ബോണ്ടായിട്ട് കോടതിയിൽ കെട്ടിവെക്കണം. ഓക്കെ, എന്നിട്ട് നാളെ കേസ് വിളിക്കും. നാളെ കേസ് വിളിപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരെല്ലാരും കൂടി കോടതിയിൽ ഹാജരാവുക, നിങ്ങളുടെ കേസ് നടത്തുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഭരത് സാറ് വന്നിട്ട് എൻ്റെ അടുത്ത് ഫോഴ്സ് ചെയ്ത് ഞാൻ പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി, ഏറ്റാ മതി എന്ന് പറഞ്ഞ ഭരത് സാറും ഫോഴ്സ് ചെയ്തു. അതൊക്കെ കണ്ണാപ്പിക്ക് നാളെ ഈ പറഞ്ഞ കണ്ണാപ്പി നാളെ കോടതിയിൽ ക്രോസ് നടക്കുമ്പോൾ കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ 3 ഫാമിലി മെമ്പേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരം അവരൊരു വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ നമുക്ക് തന്നിട്ടുണ്ട്. ആ റീസന്റെ പ്രകാരം വാലിഡ് ആയിട്ട് 3 പേര് പറയുന്ന ഒരു റീസൺ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒന്നാമത്തെ കാര്യം ഒന്ന് ലോയറിനെ വെക്കണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് അവർക്ക് കണ്ണാപ്പി ഇപ്പൊ മെന്റലി ഒരു പ്രശ്നമല്ല സാറേ, അല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. മെന്റലി അൺസ്റ്റേബിൾ ആണോ അല്ലെങ്കിൽ മെന്റലി പ്രശ്നം ഉണ്ടെന്നല്ല പറയുന്നത്, ഡിപ്രസ്ഡ് ആണ്. ഒരു ഡിപ്രഷനും ഇല്ല സാർ, സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. കുടുംബം കുട്ടികളൊക്കെ എക്സൻഡിയുടെ ഭാഗത്തുനിന്ന് താങ്കൾക്ക് ഹെൽത്ത് പരമായിട്ട് പ്രശ്നങ്ങളുണ്ട്. ഹെൽത്ത് വരെ അത് പോലീസ് ഇടിച്ചതിന്റെ കേസ്, അത് നമുക്ക് നോക്കാം. അപ്പോ ഹെൽത്തി ഒരു പ്രശ്നമുള്ള ഒരാളെ കോടതിയിൽ വെക്കുന്നത്, കോടതിയിൽ കേസിന് വേണ്ടി അയാളുടെ ഹെൽത്ത് പ്രശ്നമാക്കുന്നതിന് കോടതിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഇല്ലായ്മയുണ്ട്. ഓക്കെ, ഹെൽത്ത് അല്ല നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോ അതുകൊണ്ടാണ് ബെയിലിൽ വിടുന്നത്. ബെയിലിൽ വിട്ടിട്ട് ഈ കേസ് എന്തായാലും നമ്മൾ നാളത്തേക്ക് പ്രോപ്പറായിട്ട് കേസായിട്ട് തന്നെ മുന്നോട്ട് പോകും. അപ്പൊ താങ്കൾക്ക് താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോടതിയിൽ തെളിയിക്കാം. അതേപോലെ തന്നെ പ്രോസിക്യൂഷന് താങ്കൾക്കെതിരെ സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഇത് അങ്ങനെ ആയിരിക്കും പോകുന്നത്. താങ്കൾക്ക് സമ്മതമല്ലേ? എനിക്ക് സമ്മതമാണ് സാർ. ഇതില് റീസൺസ് പറഞ്ഞാല് നാളത്തേക്ക് മാറ്റി വെക്കുന്ന എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് ഈ മെന്റൽ ആൻഡ് ഡിപ്രസ്ഡ് എന്നൊക്കെ പറയുന്നത് സാർ. എനിക്കത് ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എന്നെ ഈ ആ ഒരു സിമ്പതിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇവിടുന്ന് ഒന്ന് പുറത്തിറങ്ങണം സാർ. കണ്ണാപ്പി ഇതിലും പുറത്ത് പോണെന്ന് പറയണത് കണ്ണാപ്പിനെ ഫ്രീ ആയിട്ട് വിടുവല്ല. ബെയിലെടുത്ത് ഈ 3 ഫാമിലി മെമ്പേഴ്സിന്റെ ആൾജാമ്യത്തിലാണ് വിടുന്നത്. അതായത് കേസ് താങ്കളുടെ അടുത്തുനിന്ന് പോയിട്ടില്ല. ഈ കേസ് ഇപ്പോഴും നിലവിൽ താങ്കളുടെ മേലുണ്ട്. താങ്കൾ ഒരു അക്യൂസ്ഡ് തന്നെയാണ്. ഓക്കെ, അക്യൂസ്ഡ് മാത്രമാണ്, ക്രിമിനൽ അല്ല, അക്യൂസ്ഡ് ആണ്. താങ്കളുടെ നിരപരാധിത്വം തെളിയിക്കാണ്ടെങ്കിൽ നാളത്തേക്ക് നമ്മളൊരു ടൈം പറയും. ആ ടൈമില് നിങ്ങൾക്ക് കോടതിയിൽ ഹാജരാവും. ആ ടൈമില് ഈ നിരപരാധിത്വം കാര്യങ്ങൾ തെളിയിക്കാനുള്ള അവസരങ്ങൾ. സാർ, പുള്ളിയുടെ മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് പുള്ളിക്ക് ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെന്ന്. അതെ, ഇന്റേണൽ ഇഞ്ചുറി ഉണ്ട്. അതും കൂടി കോടതി കണക്കിലെടുത്തിട്ടാണ് ഇപ്പൊ ബെയിലിന് വിടുന്നത്. കൊണ്ടുപോയിക്കാണ്. ഇന്റേണൽ ഇഞ്ചുറി ഉണ്ടെന്നുള്ളത് കണ്ടിട്ടുണ്ട്. വണ്ടി എന്തോ തട്ടിയിട്ടോ ആയിട്ട് വിടുന്നതിന് മുമ്പ് അവരുടെ ലെറ്റർ ആക്കി അവരുടെ ഇത് വാങ്ങും. അവരുടെ ആൾജാമ്യത്തിലാണ്. അതേപോലെ തന്നെ 5 ബെയിൽ എമൗണ്ട്.
ഓക്കെ അതുകൂടി കളക്ട് ചെയ്തിട്ട് ആളെ എന്തായാലും ആൾക്ക് വേണ്ട ഹോസ്പിറ്റൽ കാര്യങ്ങളെല്ലാം കൊടുക്കും. ഇനീഷ്യലി ആൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ പരമായിട്ടുള്ള കാര്യങ്ങൾ വേണം, ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പൊക്കത്തെ XMD ഉണ്ട്, XMDനെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ അത് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യും. ഓക്കെ അപ്പോ ഈ കേസ് ഇവിടെ ഇരിക്കുന്ന എല്ലാരും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ സാർ യുവർ വോയിസ് ഇസ് എഡി സാറേ ഒരു സാറേ ഞാൻ പുറത്തോട്ടു. ഓക്കെ അപ്പോ ഇവിടെ ഇരിക്കുന്ന എല്ലാരും കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കേസ് റിലീസ് ചെയ്യില്ല, സിറ്റിന്ന് കത്തും. ഓക്കെ ക്ലിയർ അല്ലേ? നാളെ രാത്രി 10 മണിക്കത്തേക്ക്. ഓക്കെ സാർ എന്റെ ഫോൺ ഇവിടെ മേടിച്ചു വെച്ചാൽ അത് കിട്ടുമോ സാർ? ഓക്കെ അപ്പൊ നാളെ 10 മണിക്ക് ഈ പറഞ്ഞ പ്രോസിക്യൂഷൻ അതേപോലെ തന്നെ ഡിഫൻസും ഇവിടെ ഹാജരായിട്ടുണ്ടാവണം 10 മണിക്ക് മുന്നേ. ഓക്കെ ക്ലിയർ അല്ലേ? ബെയിലിന്റെ പ്രോസസ്സുകൾ ബ്ലേക്ക് ബെയിലിന്റെ പ്രോസസ്സുകൾ 3 പേരുടെയും അവരുടെ ഡോക്യുമെന്റിൽ എഴുതി വാങ്ങുക. അവരുടെ ഇതിലാണ് ആൾ ജാമ്യത്തിലാണ് ആളെ വിടുന്നത്. ഓക്കെ അതില് 3 പേരെ പേരിൽ വെച്ചാൽ പോരെ? അതില് 3 പേരുടെ പേര് വെച്ചാൽ ജോണി മാമനെ കൊണ്ട് എഴുതിപ്പിച്ചാൽ മതി. കുറച്ചുകൂടെ അത്യാവശ്യമായിട്ട് പോയിട്ടുണ്ട്. മനസ്സിലായി. ജോണി മാമന്റെ സിഗ്നേച്ചർ വാങ്ങിച്ചിട്ട് 3 പേരുടെ പേര് ഇതാക്കുക. ഓക്കെ അതേപോലെ തന്നെ ബെയിൽ ബോണ്ട് ആയിട്ടുള്ള പൈസ കൂടി കോടതിയിൽ. ഓക്കെ ഓക്കെ അപ്പൊ അത് കേസ് സർവന്റ്. ഓക്കെ ഓക്കെ സാർ ഓക്കെ പുള്ളിയുടെ ഫോണ് കൊടുത്തേക്ക്. എലക്സ്റ്റു പുള്ളിയെ കൊണ്ടുവയ്ക്കോളൂ. ജോണിയമ്മ പെട്ടെന്ന് ഫില്ല് ചെയ്ത് കൊടുത്തേക്ക്. ഫണ്ട് ആരുടെ മേഡം ആർക്കാണ് ഫണ്ട് കൊടുക്കേണ്ടത്? ഇപ്പൊ പുറത്തിറക്കണ്ട ബെയിൽ എമൗണ്ട് കിട്ടിയിട്ട് ബാക്കി ഡോക്യുമെന്റ് കളക്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ഇവിടെ വെച്ച് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങ് വിടാല്ലോ. സാറേ ഫോൺ തന്നല്ലേ സാർ? അടിച്ചില്ല എങ്ങനെ ഫോൺ കൊടുത്തേ. കണ്ണാപ്പി ഇറങ്ങിക്കോളൂ. ലോക്ക് മാറ്റിയിട്ടുണ്ട്. ഇറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇതിന്റെ 10-ലുണ്ട്. കിട്ടിയോ? ഒരു മിനിറ്റ്. അതിൽ ഒരാൾ ഞെക്ക് സാർ. ആരും ഞെക്കല്ലേ. ഓ എല്ലാം ഓക്കെ ആണ്. നീ ഇലക്ട്രിയുടെ കൂടെ ഒന്ന് മേളോട്ട് നിക്കണേ. എനിക്ക് പോരാ. സാറിന് എഴുതി തരാൻ ഞാൻ എഴുതി തരണമെന്നാണ് പറയുന്നത്. നിന്റെ ഓക്കെ പൊടി പന്ന കാലിന്റെ ഇടയിലാണ് കിട്ടിയത്. ഇനി നേരം അവിടെ ആരും കാണുന്നില്ല. ഹലോ ഒരു പല്ലും കഴിഞ്ഞു സാർ കഴിഞ്ഞു. മാസാകാറായിട്ടില്ല, ജാമ്യത്തില. 15 കോടിയൊന്നുമില്ല, 5 കോടിയുള്ളൂ. അണ്ണു എന്ത് പറഞ്ഞത്? കഴിവറാ മോൻ. ഹലോ വണ്ടി കയറി. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നീ സഹകരിച്ചില്ലെങ്കിൽ നാളെ നീ ഊമ്പും വീണ്ടും. നീ ജയിലിൽ പോണ്ടി വരും. ജയിലിൽ പോടാ. എടാ ജയിലിൽ എന്ന് പറഞ്ഞ എത്ര നാളത്തേക്കാ? കൊഴപ്പില്ല, 2 വർഷമാണെങ്കിലും ഞാൻ കിടക്കും ഞാൻ. പക്ഷെ അപ്പോഴും 2 വർഷമൊന്നും അല്ല നിനക്ക്. അളിയാ ഞാൻ പറയട്ടെ, 10 വർഷം ജീവപര്യന്തമാ. മരിച്ചു. അളിയാ അപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്നാലും നീ ഒരു കാര്യം ചിന്തിക്കണം. എന്റെ എന്നാലും മണ്ടനാന്ന് പറഞ്ഞ് ജീവിക്കുന്നതിന് നല്ലതാടാ 10 വർഷം ജയിലിൽ പോയി കിടക്കുന്നേ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആരറിയ നമ്മള് വേണ്ട എനിക്കങ്ങനെ. നീ നാളെ ഇങ്ങനെ കേസ് നീ മണ്ടനായിക്കോടാ. എടാ ഞാൻ അല്ലാണ്ട് നീ എങ്ങനെ പുറത്തിറങ്ങണം എന്ന് പറഞ്ഞേ. നമ്മുടെ ഫ്രണ്ടിൽ പോയി കുറ്റമില്ല സമ്മതിച്ച് ഓടിക്കാൻ. അതൊക്കെ ഞാൻ പുറത്തിറങ്ങിക്കോളാം. നീ അത് ടെൻഷൻ ആവണ്ട. നീ സ്വന്തം എടാ മണ്ടനായിട്ട് ജീവിക്കുന്നതിലും ഭേദമേ 10 വർഷം ജയിലിൽ പോയി കിടക്കുന്നേ.